ലാലു രണ്ടാം റൗണ്ട് മത്സരിക്കുന്ന ലാലു ആണ്. രണ്ടാം റൗണ്ട് മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 10 മത്സരാർത്ഥികൾ കൂടി മത്സരിക്കുമ്പോൾ ഈ വേദിയിൽ ഈ മത്സരം സമാപിക്കുന്നതാണ്. നമ്മുടെ ഈ പ്രോഗ്രാം കാണുവാനും മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്തെത്തിയിട്ടുള്ള നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഫ്രൂട്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 1000 ഓണാശംസകൾ. നമ്മുടെ ഈ പ്രോഗ്രാം ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മധുര ടിവിക്ക് 1000 ഓണാശംസകൾ. നേരത്തെ മത്സരിച്ച മത്സരക്രമം നോക്കേണ്ടതില്ല. ലാലു ലാലു സൂക്ഷിച്ചു പോയാൽ വെല്ലുവിളിയായിട്ട് ലാലു വളരെ മികച്ച രീതിയിലാണ് മത്സരിച്ചത്. ലാലു വളരെ മികച്ച രീതിയിലാണ് മത്സരിച്ചത്. ജിഷ്ണുവിന് നീന്താൻ അറിയില്ല. ജാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജാക്കറ്റ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആരായാലും ജാക്കറ്റ് കളിപ്പിക്കേണ്ടതാണ്. ജിഷ്ണുവാണ്. ജിഷ്ണു സൂക്ഷിച്ച് പതുക്കെ പോയാൽ മതി. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് സബിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ 5000 രൂപയും കൊണ്ട് പോകാം. ജിഷ്ണു, നീ സബിനൊരു വെല്ലുവിളി കൊടുക്കണോ? അത് തന്നെ പതുക്കെ പോയാൽ നീ പോയി സബിൻ പോയി. മത്സരം അവസാനിക്കാൻ പോവുകയാണ്. ഇനിയും ആരെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നേടാൻ മത്സരങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ഇനിയും കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മത്സരാർത്ഥിക്ക് മത്സരിക്കണം എന്ന് ആഗ്രഹം തോന്നിയാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തേണ്ടതാണ്. ഇനിയൊരു 3 മത്സരാർത്ഥികൾ കൂടിയാകുമ്പോൾ ഈ മത്സരം ഇവിടെ സമാപിക്കുന്നതാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ ദൂരം കവർ ചെയ്തിരിക്കുന്നത് സബിൻ പൊടുത്തുവൻ. കഴിഞ്ഞ വർഷവും 1ാം സമ്മാനം നേടിയ സബിനാണ് ഈ വർഷവും നിലവിൽ ഏറ്റവും കൂടുതൽ ദൂരം കവർ ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായി ഓണാഘോഷത്തിന് അടുത്തതായി കേബിൾ രാജൻ, കേബിൾ സുമേഷ്. അടുത്ത മത്സരാർത്ഥി കേബിൾ സുമേഷ്. അടുത്തതായി കേബിൾ സുമേഷ് അവിടെ നിന്ന് വെല്ലുവിളിക്കുകയാണ്. കമോൺ, എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കമോൺ കേബിൾ സുമേഷ്. അടുത്ത മത്സരാർത്ഥി കേബിൾ സുമേഷ് ആണ്. മധുരയുടെ അഭിമാനമായ കേബിൾ സുമേഷ്. സ്വരാജ് വെഞ്ഞാറമൂടാണ് മത്സരിക്കുക. അടുത്ത മത്സരാർത്ഥി സ്വരാജ് വെഞ്ഞാറമൂട് മത്സരിക്കാൻ. ലാസ്റ്റ് റൗണ്ട് മത്സരമാണ് നടക്കുന്നത്. ഇനിയും ആർക്കെങ്കിലും മത്സരിക്കാനുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തേണ്ടതാണ്. ഏതാനും മത്സരങ്ങൾ തന്നെ ഈ പ്രോഗ്രാം അവസാനിക്കുന്നതാണ്. അടുത്ത മത്സരാർത്ഥി സ്വരാജ്. രക്ഷാപ്രവർത്തനം നിർവഹിക്കുന്ന സച്ചു ശ്രദ്ധിക്കേണ്ടതാണ്. സ്വരാജിന് നീന്താൻ അറിയില്ല.